പലതരം പിസ്സാസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ പിസ്സയാണ്. അപ്പോൾ അതിനായിട്ട് മൈദയിലേക്ക് ഉപ്പും മിൽക്ക് പൗഡറും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡീറ്റെയിലായിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. അവസാനം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം 3 മണിക്കൂർ. ഇന്ന് പ്രോൺസ് ഫില്ലിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോൺസിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ സെയിം ഓയിലിൽ തന്നെ സവാള ഇടുക. ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം. വഴന്നു വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പ്രോൺസും ഇട്ട് മല്ലിയിലും ഇട്ടിട്ട് വാങ്ങി വെക്കാം. 3 മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ കുഴച്ച് പരത്തിയെടുക്കാം. സിംഗിൾ പിസയ്ക്കുള്ള അളവാണ്. അപ്പം ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു വശം കുക്കായിട്ട് വരുമ്പോൾ മറിച്ചിട്ടിട്ട് ഇതിലേക്ക് മയണീസും കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ പ്രോൺസിൻ്റെ ഫില്ലിങ്, അതുപോലെ മൊസറല്ല ചീസ്, കുറച്ച് ബെൽ പെപ്പേഴ്സ് ചോപ്പ് ചെയ്തത്, പിന്നെയും ചീസ് ഇട്ടാൽ കുറച്ച് ഒലീവ്സ്, പിന്നെ ഒറിഗാനോ, അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് ചീസ് മെൽറ്റ് ആവുന്നവരെ വെക്കാം. പെട്ടെന്ന് റെഡിയാവും. നല്ല കിടിലം പോലത്തെ പിസ്സയാണ്. ഓവനിലൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളി റെസിപ്പിയാണ്. ചിക്കനും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.